ഹായ് ഓൾ. ഫയർമാൻ എക്സാമിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് നേതാക്കന്മാരും അവർ വിപ്ലവം നയിച്ച സ്ഥലങ്ങളുമാണ് നൽകിയിരിക്കുന്നത്. ഇവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. നാനാ സാഹിബ്, കാൺപൂർ. ശരിയായ ഓപ്ഷൻസ് മാത്രമേ വായിക്കുന്നുള്ളൂ. നാനാ സാഹിബ്, കാൺപൂർ. മൗലവി അഹമ്മദുള്ള, ഫൈസാബാദ്. കൺവർ സിംഗ്, ആര. ബീഹം അസ്രത് മഹൽ, ലക്നൗ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏതെല്ലാം? ഗാന്ധിജി ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യ സത്യാഗ്രഹം ഗേദയായിരുന്നു. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. ഗാന്ധിജി ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1920 സമ്മേളനം നടന്നത് നാഗ്പൂരിലാണ്. 1ഉം 3ഉം പ്രസ്താവനകളാണ് ശരിയല്ലാത്തത്. ശരിയായവ മാത്രം വായിക്കാം. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1920 സമ്മേളനം നടന്നത് നാഗ്പൂരിലാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത ഏത്? ബേപ്പൂർ ടു തിരൂർ. ബേപ്പൂർ മുതൽ തിരൂർ വരെയായിരുന്നു കേരളത്തിലെ ആദ്യ റെയിൽവേ പാത. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ആര്? ടി പ്രകാശം. ആന്ധ്ര കേസരി എന്ന പേരിൽ അറിയപ്പെടുന്നത് ടി പ്രകാശം. ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്നറിയപ്പെടുന്ന നിവേദനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്നറിയപ്പെടുന്ന നിവേദനം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗൂട്ടറസ് ഏത് രാജ്യക്കാരനാണ്? പോർച്ചുഗീസുകാരൻ. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗൂട്ടറസ് പോർച്ചുഗീസുകാരനാണ്. അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന ഏതെല്ലാം വാചകങ്ങളാണ് ശരിയായത്? ഈ പാളിയിലെ ഊഷ്മാവ് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ മുകളിലേക്ക് പോകുമ്പോൾ കുറയുന്നു. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ശരിയായ ഓപ്ഷൻസ് മാത്രമേ വായിക്കുന്നുള്ളൂ. തെറ്റായത് മണ്ണിലോട്ട് ഒട്ടും കയറ്റി വയ്ക്കരുത്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഈ പാളിയിൽ ഊഷ്മാവ് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ മുകളിലേക്ക് പോകുമ്പോൾ കുറയുന്നു. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ തിരഞ്ഞെടുക്കുക. പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളാണ് സൗരോർജം, ജൈവ താപോർജം എന്നിവ. സൗരോർജവും ജൈവ താപോർജവുമാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന കേരളത്തിലെ പ്രധാന ജലപാത ഏത്? NW3. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന കേരളത്തിലെ പ്രധാന ജലപാതയാണ് NW3. മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങൾ ഏത്? ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങളാണ് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. ബംഗാളിലും ആസാമിലും വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റാണ് നോർവെസ്റ്റർ. ബംഗാളിലും ആസാമിലും വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റ് നോർവെസ്റ്റർ. ഇന്ത്യയിൽ ആദ്യമായി മെട്രോ സർവീസ് ആരംഭിച്ച നഗരമാണ് കൊൽക്കത്ത. ഇന്ത്യയിൽ ആദ്യമായി മെട്രോ സർവീസ് ആരംഭിച്ച നഗരം കൊൽക്കത്ത. ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ ഉണ്ടാക്കുന്നത് ബജറ്റ് ലൈനും നിസ്സംഗതാ വക്രവും കൂട്ടിമുട്ടുന്ന ബിന്ദുവിലാണ്. ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ ഉണ്ടാക്കുന്നത് ബജറ്റ് ലൈനും നിസ്സംഗതാ വക്രവും കൂട്ടിമുട്ടുന്ന ബിന്ദുവിലാണ്. ആസ്തികളിൽ ഏറ്റവും ലിക്വിഡായ രൂപം പണമാണ്. ആസ്തിയിൽ ഏറ്റവും ലിക്വിഡായ രൂപമാണ് പണം. ഒരു വ്യക്തിയുടെ വരുമാനം ഇതിലേതാണ്? 0, പോസിറ്റീവ്, നെഗറ്റീവ്, ഓപ്ഷൻ ഡി ഇവയെല്ലാമാണ് ഒരു വ്യക്തിയുടെ വരുമാനം. 0ഉം പോസിറ്റീവും നെഗറ്റീവുമാകാം. ഉൽപാദന ഘടകങ്ങളുടെ ഡിമാൻഡ് ഏതാണ്? ഡിറൈവ്ഡ് ഡിമാൻഡ്. ഉൽപാദന ഘടകങ്ങളുടെ ഡിമാൻഡ് ആണ് ഡിറൈവ്ഡ് ഡിമാൻഡ്.
കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ ഈടാക്കുന്ന പലിശ ബാങ്ക് നിരക്ക്. കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ ഈടാക്കുന്ന പലിശയാണ് ബാങ്ക് നിരക്ക്. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഒഴിവാക്കുന്നത് വാടക, ലാഭം, വീട്ടമ്മമാരുടെ സേവനം, വേതനം. വീട്ടമ്മമാരുടെ സേവനം മാത്രമാണ് ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഒഴിവാക്കുന്നത്. ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1ഉം 2ഉം പ്രസ്താവനകൾ മാത്രമാണ് ശരിയായിട്ടുള്ളത്. 73-ാം ഭേദഗതി പഞ്ചായത്തി രാജ് സംവിധാനവുമായി ബന്ധമുള്ളതാണ്. 74-ാം ഭേദഗതി നഗരപാലിക സമ്പ്രദായവുമായി ബന്ധപ്പെട്ടതാണ്. 73-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ത്രിതല ഭരണ സമ്പ്രദായം പ്രാദേശിക തലത്തിൽ പ്രദാനം ചെയ്യുന്നു. ജില്ലാ പഞ്ചായത്തിലാണ് മേൽഘടകം. ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രമാണ് ശരിയായ പ്രസ്താവനകൾ. 73-ാം ഭരണഘടനാ ഭേദഗതി ത്രിതല ഭരണ സമ്പ്രദായം പ്രാദേശിക തലത്തിൽ പ്രദാനം ചെയ്യുന്നു. ജില്ലാ പഞ്ചായത്താണ് മേൽഘടകം. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു. ജനസംഖ്യാനുപാതികമായ സംവരണം SC/ST വിഭാഗങ്ങൾക്ക് നൽകുന്നു. ആവശ്യമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് OBC വിഭാഗത്തിനും സംവരണം നൽകാവുന്നതാണ്. 2ഉം 3ഉം പ്രസ്താവനകൾ മാത്രമാണ് ശരിയായത്. ജനസംഖ്യാനുപാതികമായ സംവരണം SC/ST വിഭാഗങ്ങൾക്ക് നൽകുന്നു. ആവശ്യമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് OBC വിഭാഗത്തിനും സംവരണം നൽകാവുന്നതാണ്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? 1ഉം 3ഉം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് സ്വതന്ത്ര അധികാരങ്ങളുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇത്തരം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് സ്വതന്ത്രമായ അധികാരങ്ങളുണ്ട്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാന സാമ്പത്തിക കമ്മീഷനെ നിയമിക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക നില പരിശോധിക്കുന്നത് സംസ്ഥാന സാമ്പത്തിക കമ്മീഷനാണ്. 1ഉം 3ഉം പ്രസ്താവനകൾ മാത്രമാണ് ശരി. സംസ്ഥാന ഗവൺമെന്റ് ആണ് സംസ്ഥാന സാമ്പത്തിക കമ്മീഷനെ നിയമിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക നില പരിശോധിക്കുന്നത് സംസ്ഥാന സാമ്പത്തിക കമ്മീഷനാണ്. ഓപ്ഷൻ ഡി 1ഉം 3ഉം പ്രസ്താവനയാണ് ശരി. ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി 1ഉം 2ഉം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി ആലോചിച്ചാണ് പ്രസിഡന്റ് മറ്റു ജഡ്ജിമാരെ നിയമിക്കുന്നത്. ഓർത്തുവെക്കണം, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി ആലോചിച്ചാണ് പ്രസിഡന്റ് മറ്റു ജഡ്ജിമാരെ നിയമിക്കുന്നത്. ജഡ്ജിമാരെ പുറത്താക്കുന്നതായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? 1ഉം 3ഉം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ പുറത്താക്കുന്നത് തെളിയിക്കപ്പെട്ട സ്വഭാവ ദൂഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ലോകസഭയിലെയും രാജ്യസഭയിലെയും പ്രത്യേക ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്താക്കുന്നത്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ പുറത്താക്കുന്നത് തെളിയിക്കപ്പെട്ട സ്വഭാവ ദൂഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ലോകസഭയിലെയും രാജ്യസഭയിലെയും പ്രത്യേക ഭൂരിപക്ഷത്തോടെയാണ് പുറത്താക്കപ്പെടുന്നത്. റിട്ടുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി 2ഉം 3ഉം. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാം. പ്രധാനമായും 5 റിട്ടുകളാണുള്ളത്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? സംസ്ഥാനത്തിനുള്ള കേസുകൾ പരിഗണിക്കുന്ന കോടതിയാണ് ഹൈക്കോടതി. സുപ്രീം കോടതിയുടെ തീരുമാനം എല്ലാ കോടതികളും അംഗീകരിക്കുന്നു. സുപ്രീം കോടതിക്ക് ഹൈക്കോടതി ജഡ്ജിമാരെ സ്ഥലം മാറ്റാൻ സാധിക്കും. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 42-ാം ഭേദഗതി ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നു. 45-ാം ഭേദഗതി സംവരണം 10 വർഷത്തേക്ക് കൂട്ടുകയുണ്ടായി. ഓപ്ഷൻ എ 1ഉം 3ഉം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. കേരളത്തിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി 2ഉം 3ഉം. ആന്റണി രാജുവാണ് ഗതാഗത വകുപ്പ് മന്ത്രി. IK ശശീന്ദ്രനാണ് വനം വകുപ്പ് മന്ത്രി. ആന്റണി രാജു ഗതാഗത വകുപ്പ് മന്ത്രി, IK ശശീന്ദ്രൻ വനം വകുപ്പ് മന്ത്രി.
കേരള ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ആണ്. 21 അംഗ മന്ത്രിസഭയാണ് ഇപ്പോഴുള്ളത്. സ്പീക്കർ AN ഷംസീറിന്റെ തിരഞ്ഞെടുപ്പ് മണ്ഡലം തലശ്ശേരിയാണ്. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശ് സ്വദേശിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധീകരിക്കുന്നത് ധർമ്മടം മണ്ഡലത്തെയാണ്. കോവളം മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് M. വിൻസെന്റ് ആണ്. ഓപ്ഷൻ ഡി എല്ലാ ഉത്തരങ്ങളും ശരിയാണ്. മനുഷ്യഹൃദയത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? മുകളിലത്തെ 2 അറകളിൽ ഒന്ന് ഇടതെട്രിയം മറ്റേത് വലതെട്രിയം എന്നും താഴത്തെ 2 അറകളിൽ ഒന്ന് ഇടത് വെൻട്രിക്കിൾ മറ്റേത് വലതു വെൻട്രിക്കിൾ എന്നും പറയുന്നു. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ, ഭീതി വേണ്ട തരികതെനിക്കു നീ എന്നീ പ്രകാരം ദാഹജലം ചോദിച്ചത് ആനന്ദൻ മാതങ്കിയോടാണ്. മലയാള ചെറുകഥകളും അവയുടെ ചലച്ചിത്രാവിഷ്കാരവുമാണ് ചുവടെ ചേർത്തിരിക്കുന്നത്. ശരിയായവ കണ്ടെത്തുക. പള്ളിവാളും കാൽച്ചിലമ്പും നിർമാല്യം. ഭാസ്കര പട്ടേലരും എന്റെ ജീവിതവും വിധേയൻ. നീലവെളിച്ചം ഭാർഗവീ നിലയം. 1, 2, 3 പ്രസ്താവനകളാണ് ശരിയായത്. സൈബർ ലോകം പ്രമേയമാക്കി നൃത്തം എന്ന നോവൽ രചിച്ചത് M. മുകുന്ദൻ. സൈബർ ലോകം പ്രമേയമാക്കി നൃത്തം എന്ന നോവൽ രചിച്ചത് M. മുകുന്ദൻ. മലയാള സാഹിത്യകാരനും ഗവേഷകനുമായ വെള്ളായണി അർജുനനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏവ? 1, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. സർവവിജ്ഞാന കോശം ഡയറക്ടർ. 3 ഡീലിറ്റ് ബിരുദങ്ങൾ നേടിയ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ. സാക്ഷരതാ മിഷന്റെ ഡയറക്ടർ എന്നിവയാണ് മലയാള സാഹിത്യകാരനും ഗവേഷകനുമായ വെള്ളായണി അർജുനനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ. മലയാളത്തിൽ നിന്നും ചോദിച്ച 20 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശരിയായ പദപ്രയോഗം കണ്ടെത്തുക.
ഓപ്ഷൻ Choose സി the correct sentence സ്വാദിഷ്ടം. in reported speech. ശരിയായ Option ഭാഷാ C. പ്രയോഗം The തിരഞ്ഞെടുത്തെഴുതുക. policeman asked the boy ഏതെങ്കിലും where he വിദ്യാർത്ഥി had gone the സംഘടനയ്ക്ക് previous ഈ day എന്നതാണ് തീരുമാനം correct സ്വീകാര്യമായിരിക്കണമെന്ന് തോന്നുന്നില്ല. The athlete ഏതെങ്കിലും lay on the വിദ്യാർത്ഥി ground സംഘടനയ്ക്ക് and ഈ cried for തീരുമാനം help. സ്വീകാര്യമായിരിക്കണമെന്ന് തോന്നുന്നില്ല Option A, എന്നതാണ് lay. ശരിയായ The athlete ഭാഷാ lay on പ്രയോഗം. the ground and cried for സിംഹഭാഗം help. എന്ന ശൈലിയുടെ അർത്ഥം Find വലിയ the ഭാഗം. wrongly spelt word. സിംഹഭാഗം വലിയ Option ഭാഗം. D ആണ് wrongly അച്ഛൻ spelt എന്ന word. വാക്കിന്റെ പര്യായമായി The idiom വരുന്ന on the പദമേത്? trot അച്ഛൻ, means ജനകൻ. consecutively. സ്മരിക്കുക The idiom എന്ന on the trot പദത്തിന്റെ means വിപരീതം consecutively. കണ്ടെത്തുക. The സ്മരിക്കുക, word വിസ്മരിക്കുക. catophragm. സ്മരിക്കുക എന്ന പദത്തിന്റെ വിപരീതമാണ് വിസ്മരിക്കുക. വെൺചാമരം എന്ന പദം പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ സി വെൺ അധികം ചാമരമാണ് വെൺചാമരം. വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപമാണ് വിദുഷി. വിദ്വാൻ സ്ത്രീലിംഗം വിദുഷി. താഴെ പറയുന്നവയിൽ ബഹുവചനമല്ലാത്തത് ഏത്? ഭാഗവതർ എന്നതാണ് ബഹുവചനമല്ലാത്ത നാമം. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നതിന്റെ ഉചിതമായ മലയാള ശൈലി കണ്ടെത്തുക. നിത്യഭ്യാസി ആനയെ എടുക്കും. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നതിന്റെ ഉചിതമായ മലയാള ശൈലിയാണ് നിത്യഭ്യാസി ആനയെ എടുക്കും. ക്ഷോഭിച്ചവർ എന്ന അർത്ഥം വരുന്ന പദമേത്? ക്ഷുഭിതൻ. ക്ഷുഭിതൻ എന്ന വാക്കിന്റെ അർത്ഥമാണ് ക്ഷോഭിച്ചവൻ.